നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങുകൊഴുക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രമുഖ നടന്മാർക്കെതിരെ ബലാത്സംഗ ആരോപണങ്ങളും ലൈംഗിക പീഡന ആരോപണങ്ങളും ഉയർന്നു വരുന്നു. അതിൽ പഴയ തലമുറയിലെയോ പുതിയ തലമുറയിലെയോ എന്ന വ്യത്യാസമില്ല. പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും പ്രമുഖന്മാർ പലർക്കുമെതിരെ ഇതിനകം തന്നെ പീഡനാരോപണങ്ങൾ രംഗത്ത് വന്നിരുന്നു. അതിനൊക്കെ വലിയ മാധ്യമ ശ്രദ്ധയുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് സമീപനത്തെ ചൂണ്ടിക്കാട്ടുകയാണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. അതായത് മലയാള സിനിമയിലെ നായികയായ റിമ കല്ലിങ്കലിനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണത്തിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല. ആ ആരോപണത്തെക്കുറിച്ച് മലയാളത്തിലെ പല മാധ്യമങ്ങളും മിണ്ടുന്നുമില്ല. തമിഴിലെ ഗായിക സുചിത്രയാണ് റിമ കല്ലിങ്കൽ തൻ്റെ വീട്ടിൽ രഹസ്യ പാർട്ടി, അതായത് മയക്കുമരുന്ന് പാർട്ടി, രാസലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ പല മാധ്യമങ്ങളിലും അത് വാർത്തയായി. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ വാർത്ത പൂർണ്ണമായും മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇരട്ടത്താപ്പ് നയം? റിമ കല്ലിങ്കലിനെതിരെ അത്തരമൊരു ആരോപണം ഉയർന്നെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനം അതേക്കുറിച്ച് അന്വേഷിക്കാത്തത്? നടി ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യമാണിത്. അതായത് ഇതേപോലെ ഉള്ള ആരോപണങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ നിരന്തരം വാർത്തകൾ കൊടുത്തവരാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ. അതുമാത്രവുമല്ല, ആഷിഖ് അബുവിനെതിരെയും നിരവധി ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ചേർന്ന് കൈരളി ന്യൂസിൽ നടത്തിയ ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ തന്നെ റിമ കല്ലിങ്കൽ വളരെ വ്യക്തമായി പറയുന്നു, ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലൂടെ മയക്കുമരുന്ന് വ്യാപനം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സമൂഹത്തിൽ വലിയ കാര്യമല്ല എന്ന് തെളിയിക്കാനാണ് തങ്ങൾ ശ്രമിച്ചത്. മയക്കുമരുന്നൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് വലിയ വിപത്താണ്, ഇത് നിരോധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്താനല്ല, മറിച്ച് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആ അഭിമുഖത്തിൽ ഇരിക്കുന്ന ആഷിഖ് അബു അതിനെ പിന്താങ്ങുന്നു. അതേസമയം ആ അഭിമുഖത്തിലെ അവതാരകനായ ജോൺ ബ്രിട്ടാസ്, ഇപ്പോഴത്തെ MP ആണ്, ജോൺ ബ്രിട്ടാസ് പോലും അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. അത്തരത്തിൽ എല്ലാ കാലത്തും മയക്കുമരുന്ന് MDA ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ഒക്കെ. ആ റിമ കല്ലിങ്കലിന്റെ വീട്ടിലാണ് മയക്കുമരുന്ന് പാർട്ടി നടന്നതായി സിനിമാ മേഖലയിൽ തന്നെ ഉള്ള ഒരാൾ പരാതി ഉന്നയിച്ചത്. എന്തുകൊണ്ട് ആ പരാതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് സർക്കാരും മാധ്യമങ്ങളും റിമ കല്ലിങ്കലിനെതിരെ വാർത്ത നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ദ ന്യൂസ് മിനിറ്റിന്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ വാർത്ത നൽകിയിരുന്നു. WCCയെ പോലെ മലയാള സിനിമയിലെ ഒരു വേറിട്ട മുഖമായ അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പ്രത്യേകിച്ച് റിമ കല്ലിങ്കലിൻ്റെയും രമ്യ നമ്പീശൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ധന്യ രാജേന്ദ്രൻ. ആ ധന്യ രാജേന്ദ്രൻ എന്തുകൊണ്ടാണ് റിമ കല്ലിങ്കലിനെതിരെ ഉയർന്ന ഈ ഒരു ആരോപണത്തിൽ ഒരു വാർത്ത പോലും നൽകാത്തത്? ഇവിടെ ദിലീപിനെതിരെ, ജയസൂര്യക്കെതിരെ, അതുപോലെ നിവിൻ പോളിക്കെതിരെ, സംവിധായകൻ രഞ്ജിത്തിനെതിരെയൊക്കെ വാർത്ത വന്നപ്പോൾ അതിനെയെല്ലാം വളരെ ആഘോഷിച്ചതാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ. അപ്പോൾ റിമ കല്ലിങ്കലിനെതിരെ ഒരു വിഷയം വന്നപ്പോൾ, ഒരു ആരോപണം വന്നപ്പോൾ മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കും മിണ്ടാട്ടമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനം ഇവർ നടത്തുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. മറുഭാഗത്ത് ആഷിഖ് അബു ആകട്ടെ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആഷിഖ് അബുവിന് അതിൽ പ്രതികരണമില്ല. ആഷിഖ് അബു ആ ആരോപണത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞാനൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എനിക്കെതിരെ മലയാളത്തിലെ സവർണ ഹൈന്ദവ സംഘപരിവാറുകാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു, ഞാനൊരു ഇസ്ലാം ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നത്. മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിച്ച് സിനിമ എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ്, അതിൻ്റെ പിന്നിൽ അന്വേഷണം നടക്കുമ്പോൾ മതം പറഞ്ഞുള്ള ഇരവാദി. ഇതാണ് ആഷിഖ് അബുവിൻ്റെയൊക്കെ ഇരട്ടത്താപ്പ്. ഇപ്പോൾ പറയുന്നത് ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് എന്നെ സംഘപരിവാറുകാർ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് എന്ന്. റിമ കല്ലിങ്കലിനെതിരെയുള്ള ആരോപണത്തിൽ ഒരു നടപടിയുമില്ല, ഒരു വാർത്തയുമില്ല.
മോഹൻലാൽ എന്ന പേരിനോ രഞ്ജിത്ത് എന്ന പേരിനോ അല്ലെങ്കിൽ ജയസൂര്യ എന്ന പേരിനോ ദിലീപ് എന്ന പേരോ ഉയർന്നു കേട്ടപ്പോൾ അതിൽ നിരന്തരം വാർത്ത. അപ്പോഴാരും ഇവിടെ പറഞ്ഞില്ല ഹിന്ദു നാമധാരി ആയതുകൊണ്ട് വേട്ടയാടുന്നുവെന്ന്. നിവിൻ പോളിക്കെതിരെ വാർത്ത വന്നു, അപ്പോഴും ആരും പറഞ്ഞില്ല ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് വേട്ടയാടുന്നു എന്ന്. ആഷിഖ് കപൂറിന്റെ പേര് വന്നപ്പോൾ മാത്രം മതം, ജാതി, അതിൻ്റെ ഇരവാദം ഒക്കെ ഇങ്ങനെ നമുക്ക് മുന്നിലേക്ക് വരികയാണ്.